കിടിങ് കിടിങ് എന്നുള്ള സ്വരം ഉണ്ടാവും. ഓരോ ക്ലാസ് റൂമിലും ബക്കറ്റ് വെച്ച് വരുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ചെണ്ടയടി മേളമായിരിക്കും. കാര്യം ഉപ്പുമാവ് തിന്നാനുള്ള കൊതി. 2 കഷ്ണം മുളക്, പച്ചമുളക് ഞാൻ കീസിലിട്ടുണ്ടാണ് മിക്ക ദിവസം അമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് ഞാൻ പോകുമായിരുന്നു. അമ്മച്ചിയുടെ വീട്ടിൽ അത്യാവശ്യം സൗകര്യമുള്ളൊരു വീടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് പോയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം. ഇവളെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ഓർത്തില്ല ഇത്ര നിർഗതിയായിരിക്കുമെന്ന്. കാര്യം 10ൻ്റെ ഒരു നയാ പൈസ ഇല്ലാത്ത ഒരാളുടെ അടുത്തേക്കാണ് അവൾ വന്ന് കയറിയത്. അവൾക്കൊരു ഒരു തുണി മേടിച്ച് കൊടുക്കാനും കൂടി സാമ്പത്തികമായിട്ട് എനിക്ക് ശേഷിയില്ലാത്ത ഒരാളായിരുന്നു. പണിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരാർത്ഥം കൂടി ഉള്ളതുകൊണ്ട് അവളാണെങ്കിൽ അത്യാവശ്യം ടീച്ചറും അദ്ദേഹം ഫാദർ കൊച്ചിൻപോട്ടിലൊരു ഫോർമാനുമായിരുന്നു. അവർ പറഞ്ഞു ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ വേക്കൻസിക്കുള്ള ഇൻ്റർവ്യൂ കിടപ്പുണ്ട്, വേണമെങ്കിൽ തനിക്ക് പോകും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉടനെ കത്തുന്നത് വരക്കാനറിയാമല്ലോ. അവൾ കടയിൽ നിന്നൊരു പേപ്പർ മേടിച്ചിട്ട് ഈ അറബിനെ സൈഡിൽ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഗംഭീരമായിട്ട് വരച്ച് ഷെയ്ഡ് ചെയ്ത് അറിവ് കൊടുത്തു. അറിവ് പറഞ്ഞു ഇവനെ മതി. ക്യാമറ ഞാൻ കണ്ടിട്ടില്ല, ക്യാമറയെ പറ്റി ഒരു വിവരമില്ല. കല്യാണ വീട്ടിൽ ആരോ ഒന്ന് ക്യാമറ കൊണ്ട് പടം എടുക്കുന്നത് കണ്ടെന്നല്ലാതെ ഞാനൊരു ഫോട്ടോഗ്രാഫറല്ല, എനിക്ക് ഫോട്ടോഗ്രാഫിനെ പറ്റി ഒരു വിവരമില്ല. എൻ്റെ ദാരിദ്ര്യവും എൻ്റെ അപ്പൻ്റെ മദ്യപാനവും ഈ ഗൾഫിലേക്കുള്ള സ്വർണം പണയം വെച്ചുള്ള പോക്കും ഖത്തറിൽ ചെന്നിട്ടുള്ള ഈ അവസ്ഥകളൊക്കെ എൻ്റെ പഠനത്തിൻ്റെ എൻ്റെ ക്ലാസ് റൂമിലെ അനുഭവമാണ് ഞാൻ രാഹുലിൻ്റെ മുമ്പിൽ ഇരുന്ന് പറയുന്നത്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല കാശ് കൊടുത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു ഈസി വേ ആണ്. സാറ് പറഞ്ഞു സാറിൻ്റെ അച്ഛനൊരു മദ്യപാനിയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. താങ്കൾക്ക് മദ്യത്തിനോടുള്ള കാഴ്ചപ്പാട് എന്താണ്? മദ്യം രുചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ മദ്യം കഴിക്കും. ഒരു സൗഹൃദ വേദിയിൽ മദ്യം കഴിക്കുന്നത് ഒരു തെറ്റെന്ന് വിശ്വസിക്കുന്നവനുമല്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഒരു തെറ്റല്ല. ഞങ്ങളുടെ സദസ്സുകളിലൊക്കെ മദ്യം കയറി വരുന്നതാണ്. പക്ഷേ എങ്കിൽ തന്നെയും മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ലഹരി എനിക്കത് ലഹരിയായിട്ട് തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. എൻ്റെ ലഹരിയല്ല എൻ്റെ ജോലി തന്നെയാണ്. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലഹരി വേറെ ഒന്നിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇനി എനിക്ക് ഈ പ്രായത്തിൽ നിൽക്കുമ്പോൾ കിട്ടുമെന്ന് തോന്നുന്നുമില്ല. മദ്യപാനം കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? താങ്കളുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്? മദ്യപാനം ഒരിക്കലും നമുക്ക് ചേർന്ന ഒരു രീതിയല്ല. കാരണം വളരെ സിമ്പിളാണ്. നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും ഇനി മദ്യം മേടിച്ച് കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വില തന്നെയാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. ഒരു കൂലി വേലക്കാരനെ സംബന്ധിച്ച് ഒരു നിത്യ വേജസിന് ജോലി എടുക്കുന്നവന് ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിലും മദ്യപിക്കാൻ കൂട്ടമായിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ എൻ്റെയൊക്കെ പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ ഉപയോഗിച്ച പോലെ മദ്യം ഉപയോഗിക്കാവുന്ന ഒരു കാലഘട്ടമല്ല ഇത്. അതുകൊണ്ട് ജാഗ്രത. സാറേ, ആ ഒരു മദ്യപാനം കൊണ്ട് അല്ലെ ആ ഒരു ശീലങ്ങൾ കൊണ്ട് താങ്കൾക്ക് എന്തൊക്കെയാണ് താങ്കളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്? അതല്ലെങ്കിൽ അതെന്തൊക്കെ രീതിയിൽ താങ്കളെ പാകപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു? ഈ മദ്യപാനത്തിൻ്റെ ഈ ചോദ്യത്തിൽ നിന്നും എനിക്ക് നഷ്ടപ്പെട്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്നേഹനിധിയായ ഒരു അപ്പൻ്റെ ക്യാരക്ടർ തന്നെയായിരുന്നു ഏറ്റവും മോശമായിരുന്നത്. ഞാൻ വൈകുന്നേര സമയങ്ങളിലെല്ലാം രാത്രി ഒരു 10 മണി 11 മണിയാകുമ്പോൾ വാതിക്കൽ വീണ് കിടക്കുന്ന അപ്പനായിരിക്കും ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ അപ്പച്ചൻ റോട്ടിൽ ഏതെങ്കിലും സൈഡിൽ കിടന്നിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നതാണ്. അപ്പോൾ സ്നേഹമുള്ളത് കൊണ്ട് അപ്പൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊക്കെ കൊണ്ടുവരുമായിരുന്നു. പഴങ്ങള എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ വല്ലപ്പോഴൊക്കെ ഇട്ടാണെങ്കിലും മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മകളിലെല്ലാം തികഞ്ഞൊരു മദ്യപാനി അച്ഛനെയാണ് കണ്ടത്. പക്ഷേ ഈ അപ്പച്ചനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നൊരു മനുഷ്യനുമായിരുന്നു. പക്ഷേ അമ്മയായിരുന്നു അതിനെ ഓവർകം ചെയ്ത് ഞങ്ങൾക്ക് പരിചരണം തന്നത്. ഞങ്ങളെല്ലാവരുടെ മുമ്പിൽ അണിയിച്ചൊരുക്കാനും കൊണ്ടിട്ട് നടക്കാനും ഒക്കെ അമ്മ വളരെ ബുദ്ധിമുട്ടിരുന്നു. കാര്യം വസ്ത്രം മേടിച്ച് തരാനും. എൻ്റെ കുട്ടിക്കാലത്തെല്ലാം ഉച്ചഭക്ഷണമായിട്ട് ഉപ്പുമാവ് കിട്ടുന്നതായിരുന്നു എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വേറൊരു സന്തോഷം. കാര്യം ഈ ഉച്ചക്ക് ബക്കറ്റിൽ അടുത്ത ക്ലാസ് റൂമുകളിൽ വെക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം നിറഞ്ഞ നിമിഷം ഇന്നും എനിക്ക് ഓർക്കുമ്പോൾ ഈ ബക്കറ്റിൻ്റെ കൈ താഴത്തേക്ക് വീഴുമ്പോൾ കിടിങ് കിടിങ് എന്നുള്ള സ്വരം ഉണ്ടാവും. ഓരോ ക്ലാസ് റൂമിലും ബക്കറ്റ് വെച്ച് വരുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ചെണ്ടയടി മേളമായിരിക്കും. കാര്യം ഉപ്പുമാവ് തിന്നാനുള്ള കൊതി. 2 കഷ്ണം മുളക്, പച്ചമുളക് ഞാൻ കീസിലിട്ടുണ്ടാണ് മിക്ക ദിവസം അമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് ഞാൻ പോകുമായിരുന്നു. അമ്മച്ചിയുടെ വീട്ടിൽ അത്യാവശ്യം സൗകര്യമുള്ളൊരു വീടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം അതായിരുന്നു. അപ്പോൾ ഈ ഉപ്പുമാവായിരുന്നു എൻ്റെ UP സ്കൂൾ വരെയുള്ള ഈ ചുള്ളിക്കൽ സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞ UP സ്കൂളിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതായിരുന്നു. പിന്നെ പാവങ്ങൾക്ക് വേണ്ടി ഡ്രസ്സൊക്കെ അന്ന് US നിന്നൊക്കെ വരുമായിരുന്നു. പള്ളികളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറയുന്നതുകൊണ്ട്
അവിടെ പോയിട്ട് അവിടുന്ന് ആ വസ്ത്രം, അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷകരമായ ജീവിതാനുഭവങ്ങൾ. ഇങ്ങനെ കിട്ടുന്ന വിദേശത്തു നിന്ന് പറഞ്ഞ വസ്ത്രങ്ങൾ, ഉച്ചക്ക് കിട്ടുന്ന ഉപ്പുമാവ്, പിന്നെ ഈ ശ്രമകരമായ ദൗത്യം കൊണ്ട് എനിക്ക് കിട്ടുന്ന പെയിൻറ്റ് മേടിക്കാനുള്ള സാമ്പത്തികം എല്ലാം. സാറിൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ടതിൽ വേദനയോടെ ഓർക്കുന്ന കാര്യങ്ങൾ അതല്ലേ, അതെങ്ങനെയാണ് പാകപ്പെടുത്തിയത്? താങ്കളുടെ വരുമാന സ്രോതസ്സുകളെയും അതുപോലെ ഈ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോകണം, ഐ മസ്റ്റ് വിൻ എന്നുള്ള ഒരു തോന്നലുകൾ ഉണ്ടായതൊക്കെ ഏത് നിമിഷത്തിലാണ്? എല്ലാ നിമിഷങ്ങളിലും എനിക്ക് സ്വയം ഉയർന്നു വരണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നേരെ നിൽക്കണമെന്നും കൂട്ടുകാരുടെ ഇടയിലെല്ലാം എല്ലാ ചെറുപ്പക്കാർക്കും തോന്നുന്ന എല്ലാ സാഹചര്യം, കുട്ടിക്കാലത്ത് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും എനിക്ക് എൻ്റേതായിട്ടുള്ള വഴി വെട്ടിപ്പിടിക്കണമെന്നൊക്കെ ഉള്ളത് എൻ്റെ പിന്നീടുള്ള കാലങ്ങളിലാണ് എനിക്ക് ആ ബോധ്യം വന്നത്. കാര്യം ഇല്ലായ്മയിൽ ജീവിക്കുമ്പോൾ നമ്മളൊരിക്കലും ഉള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ഉള്ള ലോകത്തിനെപ്പറ്റി നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ലോകം ഇല്ലായ്മയുടെ ലോകമാണ്. ബാക്കിയെല്ലാം ബൈബിളിലും സ്വർഗമൊക്കെ പറയുന്ന സ്വർഗങ്ങളൊക്കെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ടോട്ടലി എൻ്റെ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ച് അവരിൽ നിന്ന് കുറേയും കൂടി താഴെ നിന്നയിച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം, എൻ്റെ സന്തോഷങ്ങളെല്ലാം ഒരൊറ്റ നിറം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ കഷ്ടപ്പാടിൻ്റെ നിറങ്ങളായിരുന്നു. സാർ, ആ കഷ്ടപ്പാടിൻ്റെ സമയങ്ങളിൽ സാറിൻ്റെ ഫാദറിൻ്റെ സഹോദരങ്ങളൊക്കെ സാറിനെ ആ ഒരു ബുദ്ധിമുട്ട് സമയത്ത് ചേർത്ത് പിടിച്ചത് എങ്ങനെയാണ് സാർ ഓർക്കുന്നത്? എൻ്റെ അപ്പച്ചൻ്റെ മദ്യപാനം കൊണ്ട് തന്നെ ഞങ്ങൾ താമസിച്ചതെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വീട്ടിൽ 4 തൂണിൽ വെച്ചൊരു വീടായിരുന്നു. പനമ്പ് കെട്ടി തൂക്കിയിട്ട് സൈഡ് മറച്ചൊരു വീട്ടിലാണ് ഞങ്ങൾ താമസം വെച്ചത്. ആ വീട് എല്ലാവരും കൂടി സഹായിച്ച് അപ്പച്ചൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി പള്ളിയിൽ നിന്നൊക്കെ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു സഹായം കിട്ടിയിട്ട് ആ വീട് കുറച്ചും കൂടി 4 സൈഡിലും ചുവര് കിട്ടാനുള്ള രീതിയിലേക്കാക്കി ചെയ്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അപ്പച്ചൻ ഒരുപാട് കടങ്ങളുണ്ടാക്കി വെച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നാളത് പണയത്തിന് കൊടുത്തിട്ട് മാറി താമസിക്കേണ്ടി വന്നു. അപ്പോൾ അപ്പച്ചൻ്റെ ചേട്ടന്മാരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെയും ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ തന്നെയായിരുന്നു. അമ്മച്ചി അവിടുത്തെ വീട്ടിലെ പണിയും കൂടി ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അവിടെ ആശ്രയം തന്നത്. അത് അവരുടെ ആവശ്യം. എന്നാൽ ഞങ്ങൾ വല്യമ്മച്ചി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ വല്യമ്മച്ചിയുടെ അഭാവം ഉള്ളതുകൊണ്ട് അവരുടെ മകൾ പ്രസവിക്കാൻ കൂടി കൊണ്ടുവരുന്ന സമയത്തായത് ഞങ്ങൾക്ക് അവിടെ അഭയം തന്നത്. പക്ഷേ അഭയം തന്നത് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കൊല്ലം താമസിച്ചിട്ടുണ്ട്. ആ ഒരു സഹായങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പച്ചൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ കാര്യമായിട്ട് ഞങ്ങൾ ആരും ഒന്നും സഹായിച്ചിട്ടില്ല. സാറിൻ്റെ ആ ഒരു കൗമാരകാലം കഴിഞ്ഞ് ആ ഒരു സാറിൻ്റെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് വരുമ്പോൾ പ്രണയം, വിവാഹം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതൊരു സന്തോഷമുള്ള ഒരു കാലമായിരുന്നു. ഞാൻ ഒരു 19 വയസ്സൊക്കെ എൻ്റെ പ്രായത്തിൽ ഞാൻ ഈ നാട്ടുപണികളൊക്കെ ചെയ്ത് നടക്കുന്നു. അതിനോടൊപ്പം തന്നെ പള്ളിയിൽ വളരെ ആക്റ്റീവായിരുന്നു. കരസ്മാറ്റിക് ധ്യാനം എന്ന് പറയുന്ന ഒരു സംഭവം ആ കാലത്ത് വല്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കണമായിരുന്നു, മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. അപ്പോൾ ആ ധ്യാനിപ്പിക്കാൻ വന്ന അച്ഛന്മാരോടൊപ്പം കൂടി എനിക്കൊരു പരിധി വരെ എനിക്ക് പബ്ലിക്കിലേക്ക്, ജനങ്ങളിലേക്ക് കൂടുതൽ ആഴത്തി ചെല്ലാൻ സാധിച്ചത് ആ സമയത്തൊക്കെയാണ്. അപ്പോൾ അവരുടെ കൊയർ ടീമിലൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ വളരെ ആക്റ്റീവായി. അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഇതുണ്ടാകുന്ന സമയത്ത് വരുന്നൊരു പെൺകുട്ടിയായിരുന്നു. എൻ്റെ സ്കൂളിലെ ടീച്ചറിൻ്റെ മകൾ തന്നെയായിരുന്നു എൻ്റെ ഭാര്യ ഡിക്സി. അങ്ങനെ അവളെ കാണുകയും പ്രണയിക്കുക എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രണയം മുഴുവൻ എൻ്റെ കലയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് നടക്കുന്ന എൻ്റെ മനസ്സിലേക്ക് ആ കുട്ടി എന്നെ ആകർഷിക്കുകയും പിന്നെ എൻ്റെ വഴികളിലെല്ലാം എവിടെയൊക്കെയോ എന്തൊക്കെ കരുതിപ്പോകുന്നൊരു വഴികളാണ്. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ സ്റ്റോറിയുടെയും പുറകിലും എല്ലാം വന്നെത്തി നിൽക്കുന്നത് വരയുടെ ലോകത്താണ്. ഞാൻ ഇന്നതായി തീരാൻ തന്നെയായിരുന്നു നിശ്ചയിക്കപ്പെട്ടത്, ഞാനല്ല, പ്രകൃതി. അതുകൊണ്ട് തന്നെയാണ് അവളെ കണ്ടെത്തിയത്. പറയാൻ കാരണം, ഇവളെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ഓർത്തില്ല ഇത്ര നിർഗതിയായിരിക്കുമെന്ന്. കാര്യം 10ൻ്റെ ഒരു നയാ പൈസ ഇല്ലാത്ത ഒരാളുടെ അടുത്തേക്കാണ് അവൾ വന്ന് കയറിയത്. അവൾക്കൊരു ഒരു തുണി മേടിച്ചു കൊടുക്കാനും കൂടി സാമ്പത്തികമായിട്ട് എനിക്ക് ശേഷിയില്ലാത്ത ഒരാളായിരുന്നു. പണിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരാർത്ഥം കൂടി ഉള്ളതുകൊണ്ട് അവളാണെങ്കിൽ അത്യാവശ്യം ടീച്ചറും അദ്ദേഹത്തിൻ്റെ ഫാദർ കൊച്ചിൻപോട്ടിലൊരു ഫോർമാനുമായിരുന്നു. അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്ന് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം. പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയെ അവരുടെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തരുമ്പോൾ അവരുടെ അച്ഛനും അമ്മക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആൾ നല്ല പയ്യനാണ്, എന്നാണെങ്കിൽ രക്ഷപ്പെടും. പിന്നീട് എന്നോട് അമ്മായിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫാദർ പറഞ്ഞിരുന്നു, നീ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അവളെ ഞാൻ കൈക്ക് പിടിച്ച് കൊണ്ടുവന്നത്, അവൾക്ക് അവർ സ്ത്രീധനമായിട്ട് കൊടുത്തത് 15 പവൻ്റെ സ്വർണ്ണമായിരുന്നു.
എൻ്റെ ജീവിതത്തിൻ്റെ ശരിക്കുള്ള പറക്കൽ തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഈ പറഞ്ഞതെല്ലാം ഞാനായ വ്യക്തിയുടെ ആദ്യം മുട്ട് പിരിയാനുള്ളൊരു സമയം മാത്രമാണ്. ഒരു പൂമുട്ടിൻ്റെ ഒരു മുട്ടിനോളമുള്ള കാലത്തെ കഥകളാണ് ഈ ദാരിദ്ര്യവും അപ്പൻ്റെ മദ്യപാനവും എൻ്റെ ക്ലാസ്സുകളിലെ കാര്യങ്ങളും വെള്ള പേപ്പറിൽ വരക്കലും എല്ലാം, നിലത്ത് വരക്കലും കരി കൊണ്ട് വരക്കലും ഭിത്തികളിൽ വരക്കലെല്ലാം. പക്ഷേ ഞാൻ എൻ്റെ വിവാഹത്തിന് 21 വയസ്സുള്ള 21 വയസ്സാകാൻ കാത്തിരുന്നു. ഒരു വർഷം ഞാൻ അവളെ പ്രേമിച്ചു. 21 വയസ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ കല്യാണത്തിലേക്ക് എടുത്തിയാടുകയാണ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എന്നെ കഷ്ടപ്പെട്ട് ഈ പണിയൊക്കെ ചെയ്ത് അവിടെ നിന്നൊക്കെ സഹായങ്ങൾ മേടിച്ച് നാട്ടുകാർ സഹായിച്ചൊക്കെ എൻ്റെ നേരെയുള്ള പെങ്ങളുടെ കല്യാണം നടന്നത്. അവൾ 19 വയസ്സ് തന്നെ അമ്മച്ചി കല്യാണം നടത്തിച്ചിട്ടുണ്ടായിരുന്നു. കടങ്ങളൊക്കെ മേടിച്ച് ഒക്കെയാണ് അത് നടന്നത്. എൻ്റെ കല്യാണം നടക്കുമ്പോൾ ചിലപ്പോൾ അമ്മയുടെയൊക്കെ വിശ്വാസം ഉണ്ടാവുമായിരിക്കും, അവരുടെ സ്വർണം കൊണ്ട് പൊതുവെ നാട്ടു നടപ്പനുസരിച്ച് ആ കടം വീടാമെന്നുള്ള. പക്ഷേ അതിനേക്കാളും വലിയ കൊടുംചതിയാണ് ഞാൻ ചെയ്തത്. എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അത് പ്ലാൻ ചെയ്യുന്നത് ഭാര്യയുടെ സ്വർണം കൊണ്ട് മാത്രമാണ്. ആ 15 പവൻ്റെ സ്വർണ്ണം അവൾ 3 മാസം അവളുടെ മേത്ത് ഞാൻ ഇടിപ്പിച്ചിട്ടുള്ളൂ. ആ 15 പവൻ്റെ സ്വർണവും ഊരിയെടുത്ത് ഞാനൊരു തങ്കച്ചൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു ദിവസം വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ദുബായിൽ ഗൾഫിലേക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടാകുമെന്ന് ചോദിച്ചു. അവനൊരു ഏജൻറ്റായിട്ട് നടക്കുന്നതാണ്. അവൻ്റെ കമ്മീഷൻ ആയതുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പണിക്കാണ്, ഹെൽപ്പറായിട്ട് വല്ലതും കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഹെൽപ്പറൊക്കെ ബുദ്ധിമുട്ടാണ്, അറബിയുടെ വീട്ടുപണിക്ക് പോയാൽ കുഴപ്പമില്ലാത്ത ജോലിയാണ്, നമുക്കത് ചെയ്യാം, വേറെ പണിയൊന്നുമില്ല, അവിടെ വീട്ടിൽ കാറ് കഴുകിയിടണം, അറബിയുടെ വീട് തൂത്തിടണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്ന പണികൾ തന്നെ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ആ ഒരു ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഇതൊക്കെ ഒരു 2 ദിവസം കൊണ്ട് സംഭവിക്കുകയാണ്. ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതും അയാളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് കാണാത്ത ഒരാളായിരുന്നു. സാറേ, ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു മാരേജ് ലൈഫിലേക്ക് കടക്കുമ്പോൾ പിന്നെയും ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് പുതിയ മുഖങ്ങൾ ബന്ധങ്ങളായിട്ട് വരുന്നുണ്ട്. ഇവരെല്ലാം സാറിനെ എത്രത്തോളം സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്? ഭാര്യയുടെ അച്ഛൻ, അമ്മ. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡിപ്രഷനുകളും കേൾക്കുകയാണെങ്കിൽ വായിക്കുമ്പോൾ നിസ്സാര സംഭവങ്ങളിൽ മനസ്സ് ബുദ്ധിമുട്ടായിട്ട് പോകുന്നുണ്ട്. താങ്കളുടെ ഈ ഒരു സമയത്ത് ആ ബന്ധങ്ങളെല്ലാം എത്രത്തോളം ആണ് സാറിനെ വാർത്തെടുത്തത്? അവരെല്ലാം എത്രത്തോളം ഫേവറബിളായിട്ടും അതല്ലേ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? എനിക്ക് എൻ്റെ ബന്ധു വീട്ടുകാരുമായിട്ട് എനിക്ക് 2.5 മാസത്തെ ബന്ധമേ എനിക്ക് എൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. കാര്യം അതിനുള്ളിൽ തന്നെ ഞാൻ ഗൾഫിൻ്റെ സംഭവത്തിലേക്ക് മാറി. ഒരു ഗൾഫുകാരനുള്ള ആഗ്രഹങ്ങളുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറിയായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ രാഹുലിൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. രാഹുലിനുള്ള മറുപടി എനിക്ക് കുറച്ച് കഴിഞ്ഞ് കൃത്യമായിട്ട് തരാൻ സാധിക്കും. ഓക്കെ സാർ, ഇതിൽ ഞാൻ ചോദിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫിയറിൽ ഡിപ്രഷനിലൊക്കെ ഒരുപാട് യുവത്വങ്ങൾ പോകുന്നുണ്ട്. ഇന്ന് സാറിൻ്റെ ഈ ഒരു സാറിനെ പോലെ പ്രൊഫഷണലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഫേസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് എങ്ങനെയാണ്? ഇതൊക്കെ കാലം ശരിയാക്കുന്ന മുറിവുകളുണ്ടാകാം, തനിയെ മാറുന്നതുണ്ടാകാം. അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം സാറിലേക്ക് എത്തിച്ചത്. ഈ സങ്കടങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമുക്കതിനെ വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. അത് തന്നെ എൻ്റെ കറക്റ്റായിട്ട് ഉത്തരം. സങ്കടങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ആകെ സമ്പാദ്യങ്ങൾ. അതിലൊരു അല്പം മാറിയിട്ടുള്ള സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ചെറിയ സന്തോഷം. ഏറ്റക്കുറച്ചിലുള്ള സങ്കടങ്ങളും അല്ലെ കുറ്റപ്പെടുത്തലുകൾ ഇച്ചിരി കൂടിയും കുറഞ്ഞു വരുന്നു, അത്രമാത്രം. സാറിൻ്റെ ജേണിയിൽ താങ്കൾ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കണക്ട് ചെയ്ത് പറഞ്ഞത് എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടത്തിലേക്ക് ഞാൻ ആ 15 പവൻ സ്വർണവുമായിട്ട് പോയി എന്നാണ്. പക്ഷേ താങ്കളുടെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്ന അമ്മയോടും അച്ഛനോടും വളരെ സ്നേഹമുള്ള, കുടുംബത്തെ എല്ലാ ആൾക്കാരോടും സ്നേഹമുള്ള ഒരു നല്ല വരുമാന സ്രോതസ്സ് തേടിയുള്ള ഒരു പോക്കല്ലേ ആയിരുന്നില്ലേ അതിന് വേണ്ടിയിട്ട് ആ 15 പവൻ കൊണ്ട് ഉദ്ദേശിച്ചത്? അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല. എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു അംശങ്ങളുണ്ടായിരിക്കാം. പക്ഷെ നിലനിൽപ്പ് തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രണയിനിയുമായിട്ടുള്ള അടുത്ത കാല ജീവിതത്തിലേക്ക് എനിക്ക് എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നത് പോലെ തന്നെ എനിക്കും കാണാൻ വേണ്ടിയുള്ളൊരു പോക്കാണ് ഞാൻ പോയത്. ആ ഗൾഫിലേക്കുള്ള പോക്ക്. ഇവിടെ എൻ്റെ കലാ സംഭവങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കഴിവുകളോ ഒന്നും ഞാനിവിടെ എടുത്ത് പ്രദർശിപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ മറന്നുപോയിരുന്നു. ജീവിക്കണമെന്നുള്ള ഒരു തിരിച്ചറിവ്, അവളെ പോറ്റണം,
കുടുംബത്തെ പോറ്റണം. അത് ശക്തമായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒരു മെസ്സേജാണത്. കാര്യം നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ, സിസ്റ്റേഴ്സ്, ബന്ധുമിത്ര എല്ലാ ജീവിതത്തിൻ്റെ ഇടയിൽ കടന്നു വരുമ്പോൾ നമ്മൾ വിവാഹം എന്ന് പറയുന്നൊരു സീരിയസ് ആയിട്ടൊരു ഉടമ്പടിയിലേക്ക് കയറുമ്പോൾ തൻ്റെ പ്രണയിനിയും അതിനോടുണ്ടാകുന്ന തൻ്റെ അവരിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാനായിട്ടുള്ള അത് നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയാൽ മതിയല്ലോ. ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് തോന്നാനായിട്ട്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. സാറിൻ്റെ പ്രണയിൽ നിന്നോ കാമുകിയിൽ നിന്നോ അതല്ല ഭാര്യയിൽ നിന്നോ എന്തൊക്കെ കാര്യങ്ങൾ സാറ് ആ ഒരു ബുദ്ധിമുട്ടുള്ള കാലത്ത് മറച്ചു വെച്ചിട്ടുണ്ട്? എൻ്റെ സത്യത്തിൽ അത് വളരെ സങ്കടകരമാണ്. അവൾ ശരിക്കും കല്യാണം കഴിഞ്ഞപ്പോഴായിരിക്കാം എന്നെപ്പറ്റി കൂടുതൽ തിരിച്ചറിവുണ്ടായത്. കാര്യം ഞങ്ങൾ ഒരുപാട് നാൾ പ്രേമിച്ചൊന്നും നടന്നിട്ടില്ല. വളരെ ഒരു വർഷത്തെ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എപ്പോഴും ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മൂഡിലാണ് ഞാൻ പുള്ളിക്കാരത്തിനെ എന്നും കണ്ടിരുന്നത്. ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴായിരിക്കും അവരും ശരിക്കും ഞെട്ടിപ്പോയത്. കാര്യം അത്ര ആദ്യത്തെ സിസ്റ്ററിൻ്റെ കല്യാണത്തിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു കുടുംബത്തിലേക്കാണ് എൻ്റെ ഭാര്യ കടന്നു വന്നത്. ആ ഒരു സമയത്ത് താങ്കൾ ദുബൈയിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാം പ്രതീക്ഷകൾ, അവിടെ നിന്നുള്ള എഴുത്തുകൾ അന്നത്തെ കാലത്തെ അതിലൊക്കെ എന്താണ് സാറേ അങ്ങനത്തെ ഒരു നനുത്ത ഓർമ്മയിൽ സാറിന് പറയാനുള്ളത്? ഗൾഫ് ജീവിതം ഞാൻ ഒരു വാക്കിൽ പറഞ്ഞു നിർത്തേണ്ടതല്ല. എൻ്റെ ഗൾഫ് ജീവിതം ഞാൻ ബോംബെയിൽ ജോലി അന്വേഷിച്ച് ഞാൻ ആകെ 9 ദിവസമേ ബോംബെയിൽ നിന്നുള്ളൂ. ആ 9 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫറായിട്ടൊരു ഇൻ്റർവ്യൂ നടക്കുന്നു. ആ ഇൻ്റർവ്യൂവിലേക്ക് ആൾക്കാർ ഒരുപാട് പേര് ക്യൂ ആയിട്ടാണ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. ഒരു അറബി നടക്കിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ആശയമാണ്, ഒരു പേപ്പറും എനിക്ക് ഫോട്ടോ എടുക്കാമെന്നറിയില്ല, ഫോട്ടോഗ്രാഫി ജോലി എനിക്ക് നോക്കേണ്ടതില്ല. ഞങ്ങൾ ഈ തങ്കച്ചനുമായിട്ട് കാലത്തെ പല ഏജൻസിയിലും ജോലി തണ്ടാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ വേക്കൻസിക്കുള്ള ഇൻ്റർവ്യൂ കിടപ്പുണ്ട്, വേണമെങ്കിൽ തനിക്ക് പോകും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉടനെ കത്തുന്നത് വരക്കാനറിയാമല്ലോ. അവർ കടയിൽ നിന്നൊരു പേപ്പർ മേടിച്ചിട്ട് ഈ അറബിനെ സൈഡിൽ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഗംഭീരമായിട്ട് വരച്ച് ഷെയ്ഡ് ചെയ്ത് അറിവ് കൊടുത്തു. അറിവ് പറഞ്ഞു ഇവനെ മതി. ക്യാമറ ഞാൻ കണ്ടിട്ടില്ല, ക്യാമറയെ പറ്റി ഒരു വിവരമില്ല. കല്യാണ വീട്ടിൽ ആരോ ഒന്ന് ക്യാമറ കൊണ്ട് പടം എടുക്കുന്നത് കണ്ടെന്നല്ലാതെ ഞാനൊരു ഫോട്ടോഗ്രാഫറല്ല, എനിക്ക് ഫോട്ടോഗ്രാഫിനെ പറ്റി ഒരു വിവരമില്ല. പക്ഷേ ഞാൻ നന്നായിട്ട് സ്കെച്ച് ചെയ്ത് പറവി പറഞ്ഞു ഇവനെ മതി. അങ്ങനെ എനിക്ക് നറുക്ക് വീഴുന്നു. ഈ എയർപോർട്ടിലേക്ക് ഞാൻ പോകുമ്പോഴും എൻ്റെ ആ ദിവസങ്ങളിലെ വരുമാനവും ഞാൻ ഉണ്ടാക്കുന്നത് അവരുടെ ഓർഡിങ്സ് ബോംബെയിൽ വെക്കാനുള്ള ഈ ഹോട്ടലിൻ്റെ പരസ്യം വരച്ചു കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഫ്ലൈറ്റ് കയറി ഖത്തറിൽ ഫ്ലൈറ്റിൽ ചെന്നിരിക്കുമ്പോഴൊക്കെ കയ്യിലൊക്കെ നിറയെ പെയിൻ്റാണ്. ഈ രാത്രി മുഴുവൻ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് ആ കടം വീടിയിട്ടാണ് പോകുന്നത്. തിരിച്ച് ബോംബെയിലേക്ക് ഖത്തറിലേക്ക് കയറുന്നു. അങ്ങനെ ഒരു അനുഭവമാണ് എൻ്റെ ഗൾഫ് ജീവിതത്തിൽ. കുറച്ചും കൂടി വിവരിച്ച് ഞാനിത് ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ബോംബെ ചെന്നതിന് ശേഷം ഖത്തറിൽ ചെന്നതിന് ശേഷം ആദ്യം ഞാൻ നോക്കുന്നത് സ്റ്റുഡിയോ ഇവിടെ എങ്ങനെയാണെന്നുള്ള. ഒരു സ്റ്റുഡിയോ കാണുകയെങ്കിലും വേണമല്ലോ. നാട്ടിലെ സ്റ്റുഡിയോ മര്യാദക്ക് കണ്ടിട്ടില്ല. പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴും ആദ്യമായിട്ട് സ്റ്റുഡിയോ പോയിട്ടുള്ളത്. ആ സ്റ്റുഡിയോ കാണുക എന്നുള്ളതായിരുന്നു. ആദ്യം സ്റ്റുഡിയോ അന്വേഷിച്ച് കിടന്ന് ഖത്തർ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവിടുത്തെ ഡ്രൈവർ തുണിക്കടയിൽ ചെന്ന് അവിടെ നിന്ന് ഫോണെടുത്ത് അവിടുത്തെ ഡ്രൈവറിനെ വിളിച്ചപ്പോൾ ഡ്രൈവറിനെയാണ് കിട്ടിയത്. അങ്ങനെ വന്ന് അവരെന്നെ കൊണ്ടുപോവുകയും ചെയ്തത് ആ വീട്ടിലേക്ക്, അറബിയുടെ വീട്ടിലേക്ക്. അറബിയുടെ വീടിൻ്റെ ഒരു സൈഡിലെ ഷെഡിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ള സ്റ്റുഡിയോയിലുള്ള ഫോട്ടോഗ്രാഫറും ഈ ഡ്രൈവറും താമസിക്കുന്നത്. ഞാനവിടെ ചെന്ന് കയറി സന്ധ്യക്കായിരുന്നു. എനിക്ക് കിടന്ന ഉറക്കം വരുന്നില്ല. നാളെ ചെയ്യാൻ പോണ ജോലി ജീവിതത്തിൽ ഒരു ബന്ധമില്ലാത്ത ജോലിക്കാണ് ചെന്നത്. ഈ സത്യം എനിക്ക് തിരിച്ചറിയാം. ഇപ്പം നേരത്തെ ഭാര്യയോട് ചോദിച്ച ചോദ്യം പോലെ തന്നെ ഒരു വഞ്ചനയാണ് ഞാൻ അവിടെ നടത്തിയിരിക്കുന്നത്. കാര്യം പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഈ അറബിക്ക് വേണ്ടി ഇതിനു മുമ്പ് 3 പേരെ ഇവർ കൊണ്ടുവന്നിട്ടും ഏജൻസി കൊടുത്തിട്ടും 3 പേർക്കും പണി അറിയാതെ ക്യാൻസൽ ചെയ്ത് വിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അബ്ദുള്ള എന്നുള്ള അറബി നേരിട്ട് വന്ന് ബഹുമുഖം മിടുക്കനായ ആളെ കൊണ്ടുവന്നതാണ് ഈ PR ജൂസ്. അത് ഉള്ളതിൽ ഏറ്റവും നന്നായിട്ട് അറിയാൻ മേലാത്ത ഒരാളാണ്. ഒന്നും അറിയാത്തത്, ക്യാമറ ജീവിതത്തിൽ കാണാത്തത്. രാത്രി കിടന്നുറങ്ങി അതിരാവിലെ ഞാൻ അവിടെയുള്ള ഫോട്ടോഗ്രാഫർ അയാളെ കളയാൻ വേണ്ടിയാണ് തന്നെ. ഇതൊക്കെ പിന്നീടാണ് ഞാൻ അറിയണത്. അയാളോട് ചെന്ന് കാലിൽ പിടിച്ചപ്പോൾ അയാൾ ചാടി എണീറ്റ് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നെ, എനിക്കിതറിയില്ല. അയാൾ കുറേ നേരം ഊറി ചിരിച്ചു. പിന്നെ നടന്ന് ചിരിക്കലായി പുള്ളിയുടെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ് കണ്ടത്. കാര്യം ഇവനും പൊട്ടനാണല്ലോ, ഇവനും അറിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ നമുക്ക് ഒരു സമയത്ത് അവിടെയും നമുക്ക് പ്രതീക്ഷയല്ലല്ലോ, നമ്മൾ പ്രതീക്ഷയോടെയാണ് പോകുന്നത്. ഇവിടെയും പരാജയപ്പെട്ടു, ഇവിടെ നിന്ന് പിടിക്കണം എന്നാണല്ലോ മനസ്സിൽ തോന്നിയത്. ഓഫ് കോഴ്സ്
അവിടെ എങ്ങനെ സാറേ ആ ഒരു സമയത്തേക്ക് ഞാൻ എപ്പോഴും ഒരു മെസ്സേജാണത്. നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ, നമ്മൾക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ പഠിക്കപ്പെടും. രക്ഷപ്പെടണമെന്ന് തോന്നിയാൽ പഠിക്കണമെന്നും രക്ഷപ്പെടണമെന്നും ഈ രണ്ടും ഒരേപോലെയുള്ളൊരു ആവേശമാണ്. എന്ത് സിലബസ്, ലോകത്തുണ്ടായിരിക്കുന്ന എന്ത് പഠനവും നമുക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ അത് നമ്മൾ പൈസ കൊടുത്ത് സ്കൂളിൽ പോയി അവർ പറഞ്ഞു തരുന്ന ലാംഗ്വേജ്. ഞാനെപ്പോഴും എൻ്റെ കുട്ടികളോട് പറയും, എൻ്റെ മോൾ ആർക്കിടെക്റ്റാണ്, മൂത്തവൾ ദുബായിൽ തന്നെ പഠിച്ചത്. ഞാൻ അവളോട് പറയും, നിങ്ങൾക്ക് വളരെ ഈസിയാണ് മക്കളെ എന്ന്. ഞങ്ങളൊക്കെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് ഈ കഥകൾ മുഴുവനും ഞാൻ രാഹുലിൻ്റെ മുമ്പിൽ ഇരുന്ന് പറയുന്നത് എൻ്റെ ജേണി, ഞാൻ ചെന്നെത്തി നിൽക്കുന്ന ആർക്കിടെക്ചറിലേക്ക് എത്തുമ്പോൾ എൻ്റെ സിലബസാണ് ഇതെല്ലാം. എൻ്റെ ദാരിദ്ര്യവും എൻ്റെ അപ്പൻ്റെ മദ്യപാനവും ഈ ഗൾഫിലേക്കുള്ള സ്വർണം പണയം വെച്ചിട്ടുള്ള പോക്കും ഖത്തറിൽ ചെന്നിട്ടുള്ള ഈ അവസ്ഥകളൊക്കെ എൻ്റെ പഠനത്തിൻ്റെ, എൻ്റെ ക്ലാസ് റൂമിലെ അനുഭവമാണ് ഞാൻ രാഹുലിൻ്റെ മുമ്പിൽ ഇരുന്ന് പറയുന്നത്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, അത്യാവശ്യം നല്ല കാശ് കൊടുത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു ഈസി വേ ആണ്. ജോട്ടൻ സാറേ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ സാറിൻ്റെ കഥകൾ വായിച്ചത് അല്ലേ അറിഞ്ഞത് എന്നാണെന്ന് സാറിന് ഏകദേശം ഒരു ധാരണയുണ്ടോ? എങ്ങനെയാണ് എന്ന്? ഡോക്ടർ പി വിജയൻ സാറ് എന്നെ പറ്റി ഒരു 12 വർഷത്തിന് മുമ്പ് മനഃശക്തി കൊണ്ട് കോടീശ്വരൻ എന്നുള്ളൊരു ബുക്കിൽ സാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അത് വന്നതായിരിക്കാം രാഹുൽ വായിക്കാൻ സാധ്യതയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യം, വളരെയധികം സത്യം. കാരണം എന്നെ ലോകം കാണാൻ പഠിപ്പിച്ചത്, അറിവിനെ തിരിച്ചറിയുന്നത് എല്ലാം എൻ്റെ ഗുരുവിലൂടെയാണ്. കാരണം എങ്ങനെയൊക്കെയാണ് ലോകം കാണേണ്ടതെന്ന് ഇപ്പം തൊട്ട് മുമ്പത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മൾ വിജയത്തിലെത്തുമെന്നുണ്ട് എന്നെങ്കിൽ. അപ്പോൾ സാർ ഇതിന് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ജൂഡ്സൺ. അപ്പോൾ ഇങ്ങനൊരു വ്യക്തിയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി, എനിക്ക് താങ്കളോടുള്ള ഒരു അഭിനിവേശം അറിയുന്നു. അതാണ് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു രസവും. അപ്പോൾ സാറേ, അങ്ങനെ ഒരു 12 വർഷം മുമ്പ് ഈ ഒരു ബുക്ക് എഴുതുമ്പോൾ അന്നും ഇന്നും തമ്മിൽ എന്താണ് ആ മനസ്സിൻ്റെ വ്യത്യാസം? ഡോക്ടർ പി വിജയൻ കണ്ടതും താങ്കളെ താജ്മഹൽ ആദ്യം മനസ്സിൽ കണ്ടതിന് ശേഷമാണ് വന്നത് എന്നുള്ള രീതിയിലൊരു സ്റ്റോറി കഴിഞ്ഞാണ് ജോഡ്സനെ കണക്ട് ചെയ്യുന്നത്. താങ്കളുടെ ആ ഒരു ലൈഫ് ജേണി വളരെ വളരെ സ്മാർട്ടായിട്ട്. അതിനെങ്ങനെയാണ് സാറെ കാണുന്നത്, സാറിന് അന്നും ഇന്നും? വിജയൻ സാറിനോട് ഞാൻ അന്ന് എന്നെപ്പറ്റി ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ സാറിനോട് പറഞ്ഞത്, അടിസ്ഥാനപരമായിട്ട് എൻ്റെ അനുഭവങ്ങളും എൻ്റെ ജീവിതം ഇതേപോലെ ഞാൻ പറഞ്ഞത്, ഞാനെന്നും ഈശ്വരനൊരു ശല്യക്കാരനായിരുന്നു എന്നാണ്. അത് പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ എന്നും ഈ പറയുന്ന പോലെ കുട്ടിക്കാലത്ത് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതൊന്നുമല്ല. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്നും ഒരു പോരാട്ടം നിറഞ്ഞതായിരുന്നു. എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെപ്പറ്റി എനിക്കറിയാവുന്ന ജോലിയിൽ ഞാൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ അമർത്തിപ്പിടിച്ച് മുന്നേറിയതാണ്. ദൈവത്തിന് തന്നെ ചിലപ്പോൾ ഒരു ശല്യമായി തോന്നിയിട്ടുണ്ട്, ഇവൻ്റെ ഒരു മെനകെട്ടവനിക്കായി. സത്യത്തിൽ എൻ്റെ കഴിവ്, ഞാൻ അസാധ്യ കഴിവുള്ള ആളൊന്നും അല്ല, ഞാൻ അസാധ്യ ടാലൻ്റായിട്ടുള്ള ഒരാളുമല്ല, തീർച്ചയായിട്ടും അല്ല. ഇതിനൊന്നും എനിക്ക് അർഹനാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ എൻ്റെ കഠിനാധ്വാനത്തിൽ ഞാനത് നേടിയെടുത്തതാണ്. എന്തെങ്കിലും എനിക്കാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രീതികളിലേക്ക് ഞാൻ നടന്നു വന്നതെല്ലാം, ഞാൻ നേടിയെടുത്തതെല്ലാം, എൻ്റെ ഇന്നത്തെ ജൂഡ്സനാക്കി മാറ്റിയതെല്ലാം, എൻ്റെ ഈ കഷ്ടപ്പാടുകളെല്ലാം ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: രക്ഷപ്പെടുക. സാറിൻ്റെ ഈ ദൈവത്തിന് ശല്യമാകുക എന്ന് പറഞ്ഞല്ലോ, ദൈവത്തിന് ശല്യമാകുക, അത് കാരണം ഇന്നത്തെ ലോകത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെസ്സേജ്. എത്ര നാൾ ദൈവത്തിനെ ശല്യപ്പെടുത്തണം എന്നുള്ളൊരു ഡ്യൂറേഷൻ നമുക്ക് കൊടുക്കാമല്ലോ ഒരു തീർച്ചയായിട്ടും. സാർ, ഈ സമയങ്ങളിലൊക്കെ സാർ മുറുകെ പിടിച്ച മൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു മനസ്സിൽ? കൃത്യതയാർന്ന ജീവിതം. ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ എഴുതി വെച്ച ഡയറി ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഈ ഗൾഫിലെ ജീവിതമാണ് എന്നെ പാകപ്പെടുത്തിയത്. ഞാൻ ഈ പറയുന്ന എൻ്റെ കുട്ടിക്കാലത്തെല്ലാം എൻ്റെ നാട്ടിലുള്ള അനുഭവങ്ങളെല്ലാം പറയുമ്പോൾ തന്നെയും ഞാനൊരു പ്രവാസം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. പൊതുവെ പ്രവാസികൾ രക്ഷപ്പെടുക എന്ന് വെച്ചാൽ കോടിക്കണക്കിൻ്റെ കഥകളായിരിക്കും എല്ലാവർക്കും പറയാനുള്ളത്, പല പല ബിസിനസ്സുകാർക്ക്. എനിക്ക് അങ്ങനെയുള്ളൊരു വലിയൊരു അവകാശവാദമൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലാതിരുന്ന, വിദ്യ കൊണ്ട് നിവൃത്തിയില്ലാതിരുന്ന എനിക്ക്, അക്കാഡമിക് ഇല്ലാത്ത എനിക്ക് ഇന്ന് ചെയ്യുന്ന ജോലിയിലേക്ക് ഞാൻ പ്രാപ്തനായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ജേണി
ആ 15 പവൻ്റെ പണയം വെച്ച സ്വർണവുമായിട്ട് ഖത്തറിൽ വന്ന ഞാൻ തന്നെയാണ്. സാറിൻ്റെ ജേണിയിൽ ഒരു വഴിത്തിരിവുകൾ, ആദ്യത്തെ വഴിത്തിരിവ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഖത്തറിൽ വന്നു, ഇപ്പോൾ സ്റ്റുഡിയോയിൽ ജോലി കിട്ടി, അത് കഴിഞ്ഞൊരു വഴിത്തിരിവായി പോകുന്നത്. സ്റ്റുഡിയോയിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ജോലി അറിയാതെയുള്ളൊരു ജോലിയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി അറിയാതെയുള്ളൊരു ജോലിയാണ്. അവിടെ എനിക്ക് കുറച്ച് നാൾ പിടിച്ച് നിൽക്കാൻ പറ്റിയുള്ളൂ. എൻ്റെ തട്ടിപ്പും എൻ്റെ അറിവില്ലായ്മയെല്ലാം തട്ടിപ്പെന്ന് പറയുന്നത് അറിവുള്ള തട്ടിപ്പ് തുറന്നു പറഞ്ഞിട്ടുള്ള തട്ടിപ്പുമാണ്. പക്ഷെ അവിടെ എല്ലാം ഈ ബലം മുഴുവനും സാധിക്കുമെന്ന് പറയുന്നത് വരയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉറപ്പായി എനിക്ക് തിരിച്ച് നാട്ടിലേക്കുള്ള ടിക്കറ്റ് ആവുന്നു. കാര്യം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവിടെ ആൾ 12-13 കൊല്ലം ജോലി ചെയ്ത ഒരാളെയാണ് കളയാൻ വേണ്ടിയാണ്. അയാളെന്തോ പൈസക്ക് എന്തോ കൃത്രിമം കാണിച്ച് കളയാനാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പരാജയപ്പെടേണ്ട ആവശ്യം അദ്ദേഹത്തിൻ്റെയും കൂടിയാണ്. എന്നെ ഒന്നും ചെയ്യിക്കില്ല, ഒന്നും പറഞ്ഞു തരില്ല. അങ്ങനെ നിന്നപ്പോൾ അതാണ് ഒരു വഴികൾ നമുക്ക് അടയുമ്പോൾ വേറെ വഴികൾ നമുക്ക് തുറന്നു വരുന്നതായിരുന്നു. എന്നെ ബോംബെയിൽ നിന്ന് കൊണ്ടുപോയ അറബിയുടെ ഓഫീസിൽ ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു അച്ചായനായിരുന്നു, കോട്ടയംകാരനായിരുന്നു. പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചു, എന്ത് പറ്റി, നിന്നെ ഇങ്ങനെ ടിക്കറ്റിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ, ക്യാൻസൽ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു എവിടെയെങ്കിലും പഠിക്കാനൊരു അവസരം തന്നാൽ ഇയാൾ എന്നെ പഠിപ്പിക്കുന്നില്ല.